ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോഴും ലോകമെമ്പാടും നിന്ന് ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ഇപ്പോൾ എവിടെയാണ് എന്ന്. ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ട് പോലും ഖമേനിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇനിയും പുറത്തു വന്നിട്ടില്ല. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഖമേനിയും കുടുംബാംഗങ്ങളും ഏതോ ഒളിത്താവളത്തിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഭൂമിക്കടിയിലെ ഏതോ ബങ്കറിൽ ഖമേനി കുടുംബം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഖമേനി എവിടെയാണുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ നേരത്തെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഖമേനി ഒരിക്കലും പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഖമേനിയുടേതായി യാതൊരു വിധത്തിലുള്ള സന്ദേശങ്ങളും വന്നിട്ടില്ല. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഖമേനി ചില വീഡിയോകളിലൂടെ തൻ്റെ സന്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇപ്പോഴാകട്ടെ ഈ യുദ്ധം അവസാനിച്ചിട്ടും ഖമേനി എന്താണ് പുറത്തു വരാത്തത് എന്നാണ് സ്വാഭാവികമായും ഇവിടെ വരുന്നൊരു ചോദ്യം. ഇറാനിലെ എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനം എടുക്കുന്നയാൾ ഖമേനി തന്നെയാണ്. അത് സൈന്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ മറ്റ് നയപരമായ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ തീരുമാനം എടുക്കേണ്ട ആൾ ഖമേനിയാണ്. പക്ഷേ ഖമേനി ആരും കാണുന്നില്ല. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഖമേനിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള പ്രമുഖ ഉദ്യോഗസ്ഥന്മാരുമായി പല വിദേശ മാധ്യമങ്ങളും ബന്ധപ്പെട്ടിരുന്നു. ഖമേനി എവിടെയാണ് എന്ന ചോദ്യത്തിന് ഞങ്ങളും അത് തന്നെയാണ് ഇപ്പോൾ തിരയുന്നത് എന്നാണ് അവർ നൽകിയ മറുപടി. ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട ഉന്നത പദവികളിലിരിക്കുന്നവർക്ക് പോലും അറിയില്ല ഖമേനി എവിടെയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇതിന് പിന്നിൽ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ ഇറാൻ ഇപ്പോഴും പേടിക്കുന്നത് മൊസാദിനെ തന്നെയാണ്. ഇറാനിൽ ആരൊക്കെയാണ് മൊസാദിന്റെ ചാരന്മാർ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഇറാന് ഒരു ധാരണയുമില്ല. സംശയം തോന്നുന്നവരെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോവുക, അവരെ ക്രൂരമായി മർദ്ദിക്കുക, നീ ഇയാൾ ചാരനാണ് എന്ന് തോന്നിയാൽ അയാളെ തൂക്കിക്കൊല്ലുക തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതല്ലാതെ വളരെ കൃത്യതയോടുകൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ഒരിക്കലും അവർക്ക് പിടിക്കാൻ കഴിയുന്നില്ല. ഇറാനെ ഞെട്ടിപ്പിച്ചൊരു കാര്യമാണ് ടെഹ്റാനിൽ മൊസാദ് ഒരു കെട്ടിടത്തിൽ സ്വന്തമായ ഒരു ഡ്രോൺ ഫാക്ടറി നടത്തി എന്നുള്ളത്. ഇതുപോലും കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയാതെ പോയതിന്റെ പിന്നിൽ ഇറാൻകാരായ പല മൊസാദ് ഏജന്റന്മാരും തന്നെയാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല, ഇറാനിലെ ഉദ്യോഗസ്ഥ തലത്തിൽ പോലും ഇപ്പോൾ പരസ്പര വിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഇറാനിലെ ഉന്നത പലരും തന്റെ സഹപ്രവർത്തകൻ മൊസാദ് ഏജന്റ് ആണോ എന്ന് സംശയിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ടെന്നാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയുക?